ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ പ്രശസ്ത താരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണവുമായി എത്തിയ നടിമാരുടെ ഉദ്ദേശ്യശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു. ആദ്യമായി ആരോപണ വിധേയനായ പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ മുകേഷ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച മിനു മുനീറിനെതിരെയും രംഗത്ത് വന്നിരുന്നു. വൻതുക ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ് മുകേഷ് പറഞ്ഞത്. പണം ആവശ്യപ്പെട്ടതിനുള്ള തെളിവുകൾ ഉണ്ടെന്നും മുകേഷ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്കും ആരോപണങ്ങൾക്കുമെതിരെ പ്രമുഖ നടി ആശാ ശരത്തും എത്തിയിരിക്കുന്നു. ദൃശ്യത്തിന്റെ ചിത്രീകരണ വേളയിൽ നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറി എന്ന പ്രചാരണത്തിനെതിരെയാണ് വിശദീകരണവുമായി നടി ആശാ ശരത്ത് എത്തിയത്. സിദ്ദിഖ് എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരിക്കലും മോശമായ പ്രവൃത്തി ഉണ്ടായിട്ടില്ല. കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത് നിർത്തണമെന്നും ആശാ ശരത്ത് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ വ്യക്തമാക്കി. ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ പേരും പരാമർശിച്ചു കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത്. അതിന്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിദ്ദിഖ് ദൃശ്യമെന്ന ആ സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോടൊരിക്കൽ മോശമായി പെരുമാറി എന്നൊരു പ്രചാരണം ചിലർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. കലാരംഗത്ത് എന്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ ഒരു നല്ല സുഹൃത്തുമാണ് ശ്രീ സിദ്ദിഖ്. അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഒരിക്കലും മോശമായതോ വിഷമമുണ്ടാക്കുന്നതോ ആയ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നേരിടേണ്ടി വന്നിട്ടില്ല. കള്ളപ്രചാരണങ്ങൾ നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ആശാ ശരത്ത് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തായാലും നമ്മുടെ മലയാള സിനിമാ രംഗം ഒരു വലിയ കലാകുടുംബമായി മറ്റു ദേശക്കാർക്ക് ഒരു മാതൃകയായി വളരണം എന്നാണ് തന്റെ ആഗ്രഹവും പ്രതീക്ഷയും എന്നും കൂടി ആശാ ശരത്ത് പറയുന്നുണ്ട്. എന്തെങ്കിലും അനഭിലഷണീയമായി നടക്കുന്നുണ്ടെങ്കിലോ വളർന്നു വരുന്നുണ്ടെങ്കിലോ അത് മുളയിലേ നുള്ളേണ്ടതുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കള്ളപ്രചാരണങ്ങളുമായി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തുറന്നു കാട്ടാൻ കഴിയുക തന്നെ വേണം. ആശാ ശരത്ത് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചാരണങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആശാ ശരത്ത് വ്യക്തമാക്കുന്നു. കലയോട് ആഭിമുഖ്യവും കഴിവുമുള്ള ഏതൊരാൾക്കും സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്റെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക തന്നെ വേണം. അതിന് സർക്കാരും ഈ നാട്ടിലെ കലാസ്നേഹികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ആശാ ശരത്ത് വ്യക്തമാക്കി. സിദ്ദിഖും ആശാ ശരത്തും ദൃശ്യം എന്ന സിനിമയിൽ ജോഡികളായിട്ടായിരുന്നു വേഷമിട്ടിരുന്നത്. ആശാ ശരത്ത് പറഞ്ഞതുപോലെ നേരത്തെ മഞ്ജു വാര്യരും ജോമോളും ഉൾപ്പെടെയുള്ള പ്രമുഖ നടിമാർ തങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങളൊന്നും ചലച്ചിത്ര മേഖലയിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ മലയാളത്തിലെ ഒരു യുവ സൂപ്പർ സ്റ്റാറിനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ സോണിയ മൽഹാർ പ്രസ്തുത നടൻ ജയസൂര്യ അല്ലെന്ന് കഴിഞ്ഞ ദിവസം വിശദീകരിക്കുകയുണ്ടായി. അതുവരെ ഈ നടൻ ജയസൂര്യയാണെന്ന മട്ടിലായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ അവതരണം. ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ചാനലുകൾ മത്സരിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയതോടെ മലയാള സിനിമയിൽ നടക്കുന്നത് മുഴുവൻ ഇത്തരം സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന നറേഷനാണ് രൂപപ്പെട്ടു വരുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.